ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്ന സമയമായിരുന്നു. ഇപ്പോൾ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനവിധി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി. ഈ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ തന്നെയാണ് ഈ സന്ദർഭത്തിലുമുള്ളത്. നല്ല സാമാന്യം മെച്ചപ്പെട്ട ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. വലിയ തോതിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കനത്ത മത്സരമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായത്. രാഷ്ട്രീയമൊന്നുമല്ല എതിരാളികൾ പറഞ്ഞത്. വികസന കാര്യങ്ങളും അവർക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നില്ല. അവർ അയ്യപ്പനെയും ഭദ്രകാളിയും എല്ലാം തെരഞ്ഞെടുപ്പ് ഗോദായിലെ കരുക്കളാക്കി ഇറക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള പ്രതികരണം ദൈവങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള പൊതുവികാരം യഥാർത്ഥത്തിൽ 2021 ഉണ്ടായിട്ടുണ്ട്. അന്ന് ശബരിമല യുവതീ പ്രവേശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാക്കിക്കൊണ്ട് എനിക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇപ്രാവശ്യം സ്വർണ്ണക്കൊള്ളയുടെ കാര്യമായിരുന്നു. അതും എൻ്റെ തലയിൽ ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടന്നത്. അതൊക്കെ വ്യാജമായിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അയ്യപ്പനെയും ഭദ്രകാളിയും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ വേണ്ടി രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. രാഷ്ട്രീയം പറയേണ്ട സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ രാഷ്ട്രീയം പറയേണ്ട ഒരു സമയം കൂടിയാണല്ലോ. നമ്മളുടെയും കൂടി സമയം അതിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയം പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ആളുകളോട് പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കാര്യം പറയാതെ തന്നെ യഥാർത്ഥത്തിൽ ആളുകൾക്കറിയാം. ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരല്ല, അവർക്കറിയില്ല എന്താ കാര്യമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്. ആ മനസ്സിലായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം അനാവശ്യമായിട്ടുള്ള ദുരാരോപണങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏശിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രചാരണം ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡീൽ ആരോപണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം വന്ന ഒരു മണ്ഡലം പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകളിലേക്ക് കൂടെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നോട് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡീലുള്ളത് ജനങ്ങളുമായിട്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും BJPയും കൂടെ എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഓരോ ബൂത്തിലും കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് ഞങ്ങൾക്കും അറിയാം. ആ വോട്ടിൽ എന്തുമാത്രം ചോർച്ച വന്നിട്ടുണ്ട്, ആ ചോർച്ച ഏത് ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും അവിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വോട്ടെണ്ണലിന്റെ ഒരു പാറ്റേൺ ശരിക്കും എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ ആ ഒരു ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള അതിൻ്റെ ഒരു ഒഴുക്ക് എങ്ങനെയായിരിക്കും? ഈ നമ്മുടെ സ്വാധീന മേഖല അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വീഴ്ചയുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ? അല്ല, നമുക്ക് കുറച്ച് ദൗർബല്യമുള്ള സ്ഥലങ്ങളുണ്ടാവും, നമുക്ക് സാമാന്യം മെച്ചപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഇടകലർന്ന് കിടക്കുന്നതാണ്. ഇപ്രാവശ്യം 1 മുതൽ 216 വരെയുള്ള ബൂത്തുകൾ എന്ന് പറയുമ്പോൾ ബൂത്തുകൾ തന്നെ ചില വാർഡുകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ എല്ലായിടവും ഏതാണ്ട് ഒരുപോലെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളിൽ ചില ബൂത്തുകളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ബൂത്തുകളുണ്ട്, ചിലടത്ത് BJPക്ക് നല്ല സ്വാധീനമുള്ള ബൂത്തുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. മണ്ഡലം ആസ് എ ഹോൾ നോക്കുമ്പോൾ 216 ബൂത്തുകളും എണ്ണി കഴിയുമ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കണ്ടെത്താൻ സാധിക്കുക. ഫോട്ടോ ഫിനിഷിലേക്കാണോ പോകുന്നത്? അങ്ങനെ വിചാരിക്കേണ്ട വരുമോ? ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഫോട്ടോ ഫിനിഷിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദയനീയമായിട്ട് തോറ്റുപോകുന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് 6% വോട്ട് വ്യത്യാസമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രം അവരുടെ സർവേ, ആഫ്റ്റർ പോൾ സർവേ നടത്തിയിട്ട് പറഞ്ഞത്. എൻ്റെ എതിർ സ്ഥാനാർത്ഥി BJP വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കാര്യം എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്ററൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ BJP ജയിക്കുമെന്നുള്ള കണക്കൂട്ടലൊക്കെ ആയിരുന്നു. പിന്നെ അവർ ചെലവഴിച്ച പണത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോഴും അവർ ജയിക്കണം. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അവർ ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് അവർ ചെലവഴിച്ച പണം തന്നെയാണ്. അവർ കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചെലവഴിച്ചത്. നമുക്കിനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ആ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക്, ഒരു മലവെള്ള പാച്ചിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ള ഒരു ആശങ്ക പൊതുവേ ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. BJP എങ്ങനെയാണ് അക്കാര്യത്തെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ എല്ലാം ബലത്തിലാണ് അവർ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ നടത്തിയ ദുഷ്പ്രചരണങ്ങൾ, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിയത്, വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയത്,
വ്യാജ വീഡിയോസ് ഉണ്ടാക്കിയത്. ഇവിടെ ഈ അടുത്തുള്ള അമ്പലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പണ്ടാര അടുപ്പിൽ തീ കൂട്ടുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാളുണ്ടല്ലോ, പെരുന്നാളിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ പോലും അവർ സൃഷ്ടിച്ചിറക്കുകയുണ്ടായി. അപ്പം അത്ര ഭീകരമായിട്ടുള്ള മതവിദ്വേഷവും മറ്റുമൊക്കെ സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പോലും നടന്നു എന്നുള്ളതാണ്. അപ്പം അതിനെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ അതിനെല്ലാം ചുട്ട മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഈ എക്സാറ്റ് പോൾ വരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സിറ്റ് പോൾ കണ്ടപ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്? എക്സിറ്റ് പോൾ പലപ്പോഴും അത് പൂർണ്ണതയിലൊന്നും വരാറില്ല. ഞാനതല്ലേ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയ തോതിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ 23,000 വോട്ടിൻ്റെ വ്യത്യാസത്തിന് ജയിക്കുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് പോളിലൊന്നും അങ്ങനെ വലിയ വിശ്വാസം അർപ്പിക്കേണ്ട കാര്യമില്ല. ഞാനും ഇടതുപക്ഷ മുന്നണിയും നിശ്ചയമായിട്ടും ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ആ ബേസിലാണ് പറയുന്നത് ഞങ്ങൾക്ക് തുടർ ഭരണം ഉണ്ടാകുമെന്ന്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടത് മുന്നണി സ്ഥാനാർത്ഥി ശ്രീ കടകംപള്ളി സുരേന്ദ്രനുള്ളത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.